ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഹന്നായുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർത്തുകൊണ്ട് ഇരിക്കുകയാണല്ലോ. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 13-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. വിനയപൂർവ്വം ദൈവസന്നിധിയിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഒടുവിലായിട്ട് ഓർത്തത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് ഹന്നായുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക വിജയ രഹസ്യങ്ങളിലൊന്ന്. തുടർന്ന് നാം ഓർക്കാനായിട്ട് പോകുന്നത് 6-ാമത്തെ വിഷയമാണ്. ദൈവസന്നിധിയിൽ അവൾ നേർന്നത് നിവർത്തിച്ചു എന്നുള്ളതാണ് ഹന്നായുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യങ്ങളിലൊന്നായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ദൈവസന്നിധിയിൽ നേരുന്ന ഹന്നായെ കാണുവാൻ കഴിയുന്നു. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചാലും. ഹന്ന മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. 11-ാം വാക്യം, അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതൊരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ദൈവം തനിക്ക് ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിക്കുകയും അവൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച കഴിക്കുകയും ചെയ്യുന്നതാണ്. അവൾ നേർന്നതെന്താ? തനിക്കുണ്ടാകുന്ന ആദ്യജാതനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവപര്യന്തം നിവേദിക്കുമെന്നുള്ള വിഷയമാണ് അവൾ ദൈവസന്നിധിയിൽ പറയുന്ന നേർച്ചയെന്ന് പറയുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റൊന്നല്ല, നമ്മെ സമ്പൂർണമായി, നമുക്കുള്ളതിനെ സമ്പൂർണമായി തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി കൊടുക്കുക എന്നുള്ളത് ദൈവം തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചയാണ്. ഇത് പറയുമ്പോൾ ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ യാതൊരു നന്മകളും ഇല്ലാതിരുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് തന്ന കാഴ്ച കാൽവറി ക്രൂശിൽ നാം കാണുന്നുണ്ട്. ദൈവസന്നിധിയിൽ മനുഷ്യവർഗം പാപികളാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ ദൈവം ഏകജാതനായ പുത്രനെയാണ് നമുക്ക് വേണ്ടി തന്നത്. ഇതിലും വലിയൊരു സ്നേഹം ദൈവത്തിന് നമ്മോട് കാണിപ്പാനായിട്ടില്ല. ക്രിസ്തുവിനെ കൂടാതെ സ്വർഗത്തിൽ മറ്റൊന്ന് ഏറ്റവും വിലയുള്ളതായില്ല. ക്രിസ്തുവാണ് സ്വർഗത്തിലേക്കും വിലയുള്ളതായിട്ടുള്ളത്. സ്വർഗത്തിലേക്കും വിലയുള്ള ഏകജാതനായ പ്രിയപുത്രനെ നമുക്ക് വേണ്ടി പിതാവാം ദൈവം തരുമ്പോൾ എത്രമാത്രം സ്വർഗം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തോടുള്ള നന്ദി എപ്പോഴുമുള്ളവനായിരിക്കണമെന്നും അത് അവൻ്റെ സമർപ്പണ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണമെന്നും സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിക്കുക. നോക്കുക, ഇവിടെ ഹന്ന ദൈവസന്നിധിയിൽ നേരുകയാണ്. എന്നാൽ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ നേർന്നത് അവൾ നിവർത്തിക്കുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു. അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സുള്ളൊരു കാളയും 1 പറ മാവും 1 തുരുത്തി വീഞ്ഞുമായി അവനെ ശിലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീയാകുന്നു ഞാൻ. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു.
ഇത് പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണവിരാമം കുറിക്കുന്നത്. എന്ത് നേർന്നുവോ അത് വിട്ടുവീഴ്ചയില്ലാതെ യാതൊരു മനസ്താപവുമില്ലാതെ സന്തോഷത്തോടുകൂടെ നേരുന്നത് നിവർത്തിക്കുന്ന ഹന്നായെയും എൽക്കാനയെയും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. അവരുടെ ആദ്യത്തെ മകൻ ശമൂവേലിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദി അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. അതായിരുന്നു അവരുടെ വിജയരഹസ്യങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അവരെന്ത് ദൈവത്തോട് ചെയ്യാമെന്ന് പറഞ്ഞുവോ അത് വിട്ടുവീഴ്ചയില്ലാതെ അവർ ദൈവസന്നിധിയിൽ നിവർത്തിക്കുമ്പോൾ സ്വർഗം എങ്ങനെയാണ് അവരെ ആദരിക്കാതിരിക്കുക? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ചോദിക്കട്ടെ, ദൈവമുൻപാകെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിച്ചിട്ടുണ്ടോ? അതോ ദൈവത്തിന് നിങ്ങൾ കടക്കാരാണോ? ഏതു വിഷയത്തിലുമാകട്ടെ കർത്താവ് തന്നതെല്ലാം കർത്താവിന് സമർപ്പിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എത്രയോ കാര്യങ്ങൾ ദൈവത്തോടെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കൂടെ ഈ സമയം അങ്ങ് വേർതിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാനുള്ള ആദ്യത്തെ വിഷയം എന്താണ്? അത് അവിടുത്തെ ജീവിതം തന്നെയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം യേശുവിനെ കർത്താവും രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങയുടെ ജീവിതത്തിലേക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വിളിക്കുവാൻ ഈ സമയം അങ്ങയ്ക്ക് സാധിക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിക്കുവാൻ താമസിക്കരുത്. ദൈവസന്നിധിയിൽ എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാൻ, അത് തിരുത്തുവാൻ, ദൈവത്തിന് നേർന്നത് നിവർത്തിക്കുവാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.